പ്രതീക്ഷിച്ചില്ല. കാരണം ബർത്ത്ഡേ കഴിഞ്ഞതുകൊണ്ട് ഫസ്റ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ റൂമിൽ ഫുൾ ഒറ്റയ്ക്കായിരുന്നു, ഒന്നും ചെയ്തില്ല. ഒരു കേക്ക് മുറിക്കണം എന്നുണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല. ഭയങ്കര ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്ന എൻ്റെ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ്. ഫസ്റ്റ് തന്നെ ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്ത് വലിയൊരു ഞെട്ടലിന്നായിരുന്നു. ഞായറാഴ്ചയായിരുന്നു ബർത്ത്ഡേ, തിങ്കളാഴ്ചയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. കാര്യമായി പണിയെടുത്തുകൊണ്ടിരുന്ന എൻ്റെ കഴുതയെ കൊണ്ട് ഈ പാമ്പിനെ ഇട്ടിട്ട് പോയി. പറയുമ്പോൾ റബ്ബർ പാമ്പാണെങ്കിലും മേത്ത് വീണപ്പോൾ കറക്റ്റ് ഒറിജിനൽ ഒരു എഫക്റ്റ് തന്നെ എനിക്ക് ഉണ്ടായിട്ടോ. വിശാഖേട്ടനും ഗൈസേട്ടനും കൂടിയാണ് ഈ പണിയെല്ലാം ഒപ്പിച്ചത്. പാവങ്ങൾ അറിയാത്ത പോലെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ഷാന ചേച്ചി സർപ്രൈസ് ആയിട്ട് വന്നിരുന്നു എന്നെ വിളിച്ച് കേക്ക് മുറിക്കാൻ കൊണ്ടുപോയി. ഈ കേക്ക് മുറി അത്രയ്ക്കും പ്രതീക്ഷിച്ചില്ലായിരുന്നെങ്കിലും എൻ്റെ മുഖത്ത് ഒരു ഞെട്ടലും ഇല്ലായിരുന്നു. കാരണം അതിലും വലിയൊരു ഞെട്ടൽ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ആ കഥ ഞാൻ അവിടെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുമായിരുന്നു. കേക്കിൽ എഴുതിയേക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ബെനീറ്റ എന്നാണ്. ഗൈസേട്ടൻ എന്നും ബെനീറ്റ എന്നാണ് വിളിക്കാറുള്ളത്. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും ബേ അല്ല ബി ആന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കളിയാക്കിയാണ് കേക്കിൽ എഴുതിയേക്കുന്നത്. ഞാൻ പിന്നെ പാമ്പിനിട്ട കഥയൊക്കെ അങ്ങ് വിവരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴും എനിക്ക് എന്തെങ്കിലും പറ്റിയോന്നല്ല, എന്റെ കയ്യിൽ നിന്ന് സാധനത്തിന് വല്ലതും പറ്റിയോന്നായിരുന്നു അവർ അന്വേഷിച്ചത്. ഞാൻ ടീന ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു ഹൃദയപിടിപ്പ് നോക്കുന്നൊക്കെ. കാരണം അത്രയും നേരം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. വല്ലാത്തൊരു പേടിയായിപ്പോയി. കേക്കിലും മെഴുകുതിരിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ സാങ്കല്പികമായിട്ട് അതുണ്ടെന്ന് സങ്കല്പിച്ച് മുറിക്കുവാണ്. ഞാൻ ഒരുപാട് വിഷമിച്ച് ബർത്ത്ഡേ ആയിരുന്നു. കാരണം ബർത്ത്ഡേയുടെ അന്ന് പനി പിടിച്ച് ഞാൻ ഫുൾ കിടപ്പായിരുന്നു. ആകെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി. പുതിയ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പള്ളിയിൽ മാത്രം പോയി. വേറെ ഒന്നും എങ്ങും പോയില്ല. നല്ല ഫുഡ് കഴിച്ചില്ല, കേക്ക് മുറിച്ചില്ല. എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഓൾമോസ്റ്റ് ഇപ്പം കുറേ നാളായിട്ട് കേക്കൊക്കെ മുറിക്കാറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ കാണാറുണ്ട്. ഇത് പക്ഷെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കൊരു ബർത്ത്ഡേ ആയിപ്പോയി. ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. പിറ്റേ ദിവസം എല്ലാവരും അത് കണ്ടറിഞ്ഞ് അത്രയും നല്ല രീതിയിൽ, അതായത് ഒരാഴ്ചത്തോളം ഉണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടി. ഫുൾ ഞാൻ ഹാപ്പി ആയിരുന്നു. ആ രീതിയിൽ എല്ലാവരും കൂടി എന്നെ സന്തോഷിപ്പിച്ചു. ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു ഹിന്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നേനെ. എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് കിട്ടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പിന്നെ വെറുതെ എന്തിനാ ഇട്ടുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഇടാഞ്ഞത്. പിന്നെ ഞാൻ ഓർത്തു എങ്ങനെയാണല്ലോ ഇതൊക്കെ നല്ല നല്ല മെമ്മറീസ് അല്ലേ. കാരണം നമ്മൾ അറിഞ്ഞിട്ട് ആഘോഷിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആഘോഷങ്ങൾ. ഒരു ഞെട്ടൽ കഴിഞ്ഞ് വലിയൊരു സർപ്രൈസും കഴിഞ്ഞിരിക്കുമ്പോഴാണ് പുറകെ ഓരോരോ സർപ്രൈസുകളായിട്ട് വന്നത്. ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എല്ലാ ബർത്ത്ഡേക്ക് സർപ്രൈസ് കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ കാണുമല്ലോ. അങ്ങനെ ആരും എനിക്ക് ഗിഫ്റ്റ് തന്നില്ലല്ലോ എന്ന് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വലിയ ഗിഫ്റ്റ് കിട്ടിയത്. എനിക്ക് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ഉള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഇത്. കാരണം 6 വർഷമായിട്ട് എനിക്ക് മുടങ്ങാണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ് തന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇത്തവണ അവൻ്റെ ഒന്നും ഗിഫ്റ്റ് ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. കാരണം അവനിവിടെ ഇല്ല, അപ്പം പിന്നെ ഗിഫ്റ്റ് എത്തിക്കാനുള്ള വഴിയൊന്നുമില്ല എന്ന് ഞാനിങ്ങനെ കരുതി. പക്ഷേ അവൻ അതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ട് 2-3 ആഴ്ച മുമ്പേ ഞങ്ങളുടെ അവിടെയുള്ളവരെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഗിഫ്റ്റ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബർത്ത്ഡേ സർപ്രൈസുകളൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവരെ സന്തോഷിപ്പിക്കുന്നത് ആ ഒരു ദിവസമായിരിക്കും. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതവിടെ വിഷയമല്ല. ചെറുതാണെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടുമ്പോഴേക്കും നമ്മൾ ഫുൾ ഹാപ്പി ആയിരിക്കും. ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് ആണ് ഗൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ സർപ്രൈസ് ആയിരുന്നു. നന്ദൻചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വലിയൊരു സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസും അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ എല്ലാവരുടെയും കൂടിയുള്ള കമൻട്രിയും അതൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് തന്നെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അച്ചാറ് തന്നെ കഞ്ചാവിന്റെ ഇല ഉണക്കിയതാണ്. കഞ്ചാവാ കുളിക്കത്തില്ലെന്നാണ് മനസ്സിലായത്. സോപ്പ്, സാമ്പ്രാണി, പെണ്ണെനിക്ക് ഒന്ന് കണക്കെഴുതാനാണ്. അവൾ എടുക്കട്ടോ നമുക്ക് തിന്നാനുള്ളതായി. ഫറാറോറയാണോ?
ഷേപ്പ് ഒന്നും അത്ര ശരിയല്ലോ. കഴിക്കുന്നതാണല്ലോ. ഇതൊക്കെയാണ് പറ്റുബുക്ക്, കഞ്ചാവ്, മുട്ടായി, തേച്ച് കുളിക്കുന്ന സാധനം. ഈ എഴുതി പഠിക്കണം. അബുദാബിയിലില്ല. അവസാനമായി തുറക്കാൻ. ആ ബോട്ടിൽ വേറെന്താ ഇത്? ജിയോ വെള്ളം കുടിപ്പിക്കാണ് ഗൈസ്. താഴെ മുകളിലും തുറക്കാൻ പറ്റില്ല. ഇത് നല്ല മൂർച്ചയുള്ളൂ. ഇവിടെയും തുറക്കാം, നമുക്ക് ഇവിടെയും തുറക്കാം. ഇതിനകത്തൊന്നുണ്ട്. സോക്സ് ഇട്ട് വെള്ളം കുടിക്കാം. അത് മനസ്സിലായില്ല. അതായത് ഇതിങ്ങനെ വായി വെച്ച് അരിച്ചു കുടിക്കണം വെള്ളം. വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ തുടയ്ക്കാനുള്ളതാണ്. ഓ അങ്ങനെയല്ലേ നമ്മൾ കാത്തോണ്ടിലെത്തി. ഇവിടെ എത്തുമ്പോഴാ ഗൈസ് ഈ ഷോൾ കണ്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ? ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലോ. ക്യാബിനൊക്കെ സ്വന്തമായിട്ട് തിന്നാണല്ലേ. എന്തിനാന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ എന്തിനാന്ന് മനസ്സിലായി. മൊബൈൽ സ്റ്റാൻഡ്, അത് കൂളിംഗ് ടവർ. ഇതൊക്കെ സംഭവം കൊട്ടിയൂരൊക്കെ ഇത് ആദ്യം ഇറങ്ങി കേട്ടോ. കോഴിക്കോടൊക്കെ ഇത് എപ്പോഴാണ്? ഗിഫ്റ്റിൽ മുഴുവൻ തിന്നാനുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മളെല്ലാം പൊട്ടിച്ച് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോണ്ടിനോട് ചോദിക്കുകയാണ്. പോണ്ടിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുവാണോ ഇത് എങ്ങനെ സെറ്റായി, എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിക്കുന്നുണ്ട്. കാരണം മൊത്തത്തിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. എല്ലാ സാധനങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ദിവസം മൊത്തം കഴിഞ്ഞു പോയി, അല്ലെ ബർത്ത്ഡേ മൊത്തം അലമ്പായി എന്ന് ആ ഒരു വിഷമത്തിലിരുന്ന് എനിക്ക് ഇത്രയും വലിയ സർപ്രൈസ് വന്നപ്പോൾ ഞാൻ മൊത്തത്തിൽ ഹാപ്പിയായി. എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ബർത്ത്ഡേ. ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം ബർത്ത്ഡേ കഴിഞ്ഞതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എന്റെ ബർത്ത്ഡേ ഞാൻ ഇന്നലെ വരെ എല്ലാരോടും പറഞ്ഞു ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ ആയിരുന്നു എന്ന്. ആരോടാ പറഞ്ഞത്? അല്ല സീരിയസ്ലി ഞാൻ ഇന്നും വിചാരിച്ചു എന്റെ ലൈഫിൽ ഞാൻ പനിയായതുകൊണ്ടല്ലേ? പനിയല്ല, ഞാൻ റൂമിൽ ഫുൾ ഒറ്റയ്ക്കായിരുന്നു, ഒന്നും ചെയ്തില്ല. ഒരു കേക്ക് മുറിക്കണം എന്നുണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല. അപ്പൊ ഭയങ്കര ഒരാളോടൊക്കെ ചെയ്യാൻ പറ്റുന്നതിന്റെ വയനാട് 10-20 പേര് വെള്ളത്തിൽ മുങ്ങിച്ചത്ത്. പ്ലാൻ ചെയ്താൽ ആരും ഇല്ലായിരുന്നോണ്ടാ പിന്നെ ഇന്നത്തേക്ക് പറ്റിയത്. പിന്നെ ഇന്ന് കുറച്ച് ടെൻഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് ലേറ്റ് ആക്കിയതാ. ഇതൊക്കെ സാധാരണ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ത് നടന്നാലും അതിപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണേലും സങ്കടമാണേലും എന്താണെങ്കിലും ഞാൻ കരയും കിട്ടോ. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫീലിങ്സ് കൂടുതലും അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് കൂടുതൽ വരുന്ന കണ്ണീരിലൂടെയാണ്. അതിനെൻ്റെ വീട്ടുകാരൊക്കെ എന്നെ കളിയാക്കാറുമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ വരുമ്പോൾ ഞാൻ കരയാറുണ്ട്. അങ്ങനെ ഞാൻ എന്താണേലും ഒരുപാട് ഹാപ്പി ആയിരുന്നു. വർഷങ്ങളുള്ള പരിചയമാണ്. സർപ്രൈസ് ആയിപ്പോട്ടാ. എന്റെ ബർത്ത്ഡേ മാർച്ച് 8-നാണ്. ലിസ്റ്റ് എഴുതാൻ പോലെ തിന്നാനുള്ളതാണോ? കേക്കൊക്കെ ഒത്തിരി കഴിച്ചേട്ടാ. ഈ കേക്ക് പകുതി നിങ്ങളല്ലേ കഴിച്ചത്? ഞാൻ ഒന്നും എന്തോടെ ഞാൻ നന്ദഗോവിന്റെ ചെറുക്കനും ചെറുക്കൻ എത്ര നേരം ഉണ്ടായിരുന്നു? ഊണ്ടി അങ്ങനെ പുതിയ തുറക്കരുതെന്ന് പറഞ്ഞാൽ പുതിയ ഞാൻ അല്ല ഗസ്തി എന്താ സാധനം തടി. ഇതെന്തോ ഡെക്കറേഷൻ. അതിനുള്ള സാമ്പത്തികം ഒന്നും ഇല്ലാത്തതുകൊണ്ടുള്ള സാമ്പത്തികം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. സാമ്പത്തികം അല്ല ഇല്ലാത്ത വിഷയം. ഒരു ഫുൾ അൽഫാം മേടിച്ചു കൊടുത്താൽ അവള് പൗഡർ ഇതൊക്കെ വിദ്യാഭ്യാസം ഇല്ലാന്നുള്ള എല്ലാവർക്കും
ഡിപ്പാർട്ട്മെന്റ് മൊത്തം പോണ്ടി എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന നിതിനേട്ടനാണ് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നത്. ഞങ്ങൾ പോണ്ടിച്ചേരി മുതൽ അറിയാവുന്നതാണ്. അപ്പോൾ ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഡയറിയും അതുപോലെ ഒരു പാർക്കർ പെന്നും ആയിരുന്നു. എല്ലാ ഗിഫ്റ്റിലും ഇതുപോലെ ഒരു പെന്നും ബുക്കും ഉള്ളതുകൊണ്ട് അവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് അതെ അതെ നന്നായിട്ട് പഠിച്ചോട്ടെ എന്ന് കരുതിയായിരുന്നു. ഷെഫിനെ നീയൊന്നും ബർത്ത്ഡേ ആഘോഷിക്കണ്ട കേട്ടോ. പൊതുമധ്യത്തിൽ തുറക്കാൻ പറ്റൂല. കുക്കറ് പല്ലി നല്ല ക്യൂട്ടായിട്ടുണ്ട്. അല്ലേ? അടിപൊളി. താങ്ക് യു സോ മച്ച്. ഇനി വീഡിയോക്കകത്ത് ഇതിലൊക്കെ വേണം എഴുതുന്ന കാണിക്കാൻ. അതെ 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 എന്നാ ഈ പൂ ചെവി വെക്കാൻ തന്നെയാ. കൊടുത്ത് വെച്ചാൽ അതവിടെ ഇരിക്കണം. ഇന്ന് മൊത്തം നീ ഇത് വെച്ച് നടക്കണം. ആ ബാക്കിലൊക്കെ മുടി ഞാൻ വെക്കാൻ സമയമായി. ഇനി കമ്പിൽ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോണ്ടി. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. വേണ്ടേ പറ. ഇതായിരുന്നു ബഹ്റൈനിൽ നിന്ന് എനിക്ക് അജു ഗിഫ്റ്റ് ചെയ്തത്. അതിനകത്ത് തന്നെ വേഫേഴ്സ് ഉണ്ടായിരുന്നു, ചോക്ലേറ്റ്സ്, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, ഒരു വിൻറ്റേജ് ഡയറി, പിന്നെ ഒരു മെറ്റൽ പെന്നും ഉണ്ടായിരുന്നു. ഇതായിരുന്നു എനിക്ക് പോണ്ടി ഗിഫ്റ്റ് ചെയ്യുന്നത്. ഒരു പാർക്കർ പെന്നും അതുപോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഡയറി ആയിരുന്നു. പിന്നെ അത് കൂടാണ്ട് തന്നെ എനിക്ക് ദക്ഷിണ ഒരു കമ്മൽ വാങ്ങിച്ചു തന്നിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ ഒരുമിച്ച് പോയതാണ്, പക്ഷേ സർപ്രൈസ് ആയിട്ടായിരുന്നു എനിക്ക് സാധനം കയ്യിൽ കിട്ടിയത്. പിന്നെ ദിവ്യ ചേച്ചി എനിക്ക് 2 ടോപ്പ് വാങ്ങിച്ചു തന്നിരുന്നു. അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു. 2 ചെയിൻ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ഒന്നാമത് ഇതുമാതിരി ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബർത്ത്ഡേ എല്ലാം ആഘോഷിച്ചത് തിങ്കളാഴ്ചയായിരുന്നു. ഞായറാഴ്ചയായിരുന്നു ബർത്ത്ഡേ, തിങ്കളാഴ്ച ആഘോഷിച്ചു. ചൊവ്വാഴ്ചയാണ് ചേച്ചി ഈ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു തന്നത്. അങ്ങനെ എല്ലാ ദിവസവും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഉണ്ടായത്. ഇതുപോലെ 3 മാലയും കൂടി ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാൻ. എന്താണേലും ഇത് ഇട്ട് കഴിഞ്ഞുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച ആയപ്പോഴേക്കുമാണ് മുഷി വന്നത്. മുഷി വന്നപ്പോഴേക്കും റൂമിൽ കേക്കൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അങ്ങനെ റൂമിൽ കേക്കൊക്കെ മുറിച്ചു. ഇത് അവള് വാങ്ങി തന്ന ഗിഫ്റ്റ് ആയിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 ദിവസം നീണ്ടു നിന്റെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചു.